Hello students, welcome back to Indian Writing in English. Here we have the continuation of Laburnum for My Head written by Tamsulao. Lentina did not mention Laburnum to anyone anymore, nor she did attempt to plant the tree she so ardently admired and wished to have in her garden. Meanwhile, her husband began to show signs of the strange disease, and before any proper diagnosis could be made, he passed away quietly one night in his sleep. The funeral services were long and elaborate because the deceased was a respected and prominent member of society. On the burial day, while she hears was about to leave for the cemetery, Lendina surprised everyone, including herself, by announcing that she was going to accompany her husband on his last journey. അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു, ലെൻഡിന ട്രൈഡ് ടു ഗ്രോ എ ലാബേണം സാപ്ലിംഗ് ഇൻ ഹർ ഗാർഡൻ. ലെൻഡിന ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലാബേണം സാപ്ലിംഗ് അവളുടെ ഗാർഡനിൽ കുഴിച്ചിടാൻ വേണ്ടിയിട്ട്. ഇറ്റ് വാസ് അൺസക്സസ്ഫുൾ ഫോർ ദി ഫസ്റ്റ് 2 years. അത് 2 പ്രാവശ്യം അത് വിജയിച്ചില്ല. ഇൻ ദി 3rd year ഷീ പ്ലാന്റഡ് എഗെയിൻ ആൻഡ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗ്രോയിങ് അപ്പ്. അങ്ങനെ 3ാമത്തെ പ്രാവശ്യം അത് വളരാൻ തുടങ്ങി. അതിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അല്ലേ. ആ ഇടക്കാണ് എല്ലാ അവളുടെ ആ ശ്രമങ്ങളും നഷ്ടപ്പെട്ടു അല്ലേ. അവൾക്കത് ആ ലാബേണം ട്രീ അവളുടെ ഗാർഡനിൽ കുഴിച്ചിടാൻ ഒരിക്കലും അവൾക്ക് സാധിക്കുന്നില്ല. കാരണം അത് നേരെ ആവണില്ല, എന്തെങ്കിലും കാരണത്താൽ അത് ഇല്ലാണ്ടാവാണ്. അങ്ങനെ പിന്നീട് ആ ഇടയ്ക്ക് സംഭവിച്ചത് എന്താ നോക്കൂ. ലെൻഡിന ഡിഡ് നോട്ട് മെൻഷൻ ലാബേണം ടു എനിവൺ എനിമോർ. പിന്നെ അവൾ ആ ലാബേണം ട്രീനെ കുറിച്ചിട്ടൊന്നും ആരോടും പറയുകയോ ചെയ്യൊന്നും ചെയ്തില്ല. ഷീ അറ്റംപ്റ്റ് ടു പ്ലാന്റ് ദ ട്രീ ഷീ സോ ആർഡൻലി അഡ്മയർഡ് ആൻഡ് വിഷ്ഡ് ടു ഹാവ് ഇൻ ഹർ ഗാർഡൻ. പക്ഷേ ആ ഒരു ശ്രമം അവൾ ഉപേക്ഷിച്ചില്ല. അവളുടെ മനസ്സിൽ അതിയായ ആഗ്രഹം അതൊരിക്കലും അവൾ അവോയ്ഡ് ചെയ്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മീൻ വൈൽ ഹർ ഹസ്ബൻഡ് ബിഗാൻ ടു ഷോ സൈൻസ് ഓഫ് സ്ട്രേഞ്ച് ഡിസീസ്. അവളുടെ ഹസ്ബൻഡിന് സ്ട്രേഞ്ച് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടായത്. ആൻഡ് ബിഫോർ എനി പ്രോപ്പർ ഡയഗ്നോസിസ്, അങ്ങനെ പ്രോപ്പറായിട്ടുള്ളൊരു ഡയഗ്നോസിസ് ഒക്കെ കിട്ടുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു, ഹി പാസ്ഡ് അവേ ക്വയറ്റ്ലി വൺ നൈറ്റ് ഇൻ ഹിസ് സ്ലീപ്പ്. അയാൾ ഒരു ദിവസം ഉറങ്ങുന്ന സമയത്ത് മരിച്ചുപോയി. ദ ഫ്യൂണറൽ സർവീസസ് വെർ ലോങ് ആൻഡ് എലാബറേറ്റ് ബിക്കോസ് ദ ഡിസീസ്ഡ് വാസ് എ റെസ്പെക്റ്റഡ് ആൻഡ് പ്രോമിനൻറ്റ് മെമ്പർ ഓഫ് ദി സൊസൈറ്റി. അയാളുടെ ഫ്യൂണറൽ ചടങ്ങ് ഭയങ്കരമായിട്ട് കൊണ്ടാടിയ രീതിയിൽ തന്നെയായിരുന്നു അയാളുടെ ഫ്യൂണറൽ ചടങ്ങ് നടങ്ങിയത്. കാരണം അദ്ദേഹം സമൂഹത്തിൽ റെസ്പെക്റ്റ് ഉള്ള ഒരു പ്രോമിനൻറ്റ് മെമ്പർ ആയിരുന്നു. ഓൺ ദി ബറിയൽ ഡേ വൈൽ ദ ഹിയേഴ്സ് വാസ് അബൌട്ട് ടു ലീവ് ഫോർ ദ സെമെട്രി. അങ്ങനെ ആ ബറിയൽ ഡേൻ്റെ ദിവസം എല്ലാവരും കൂടെ കൂടിയിട്ട് സെമെട്രിയിലേക്ക് പോകുന്ന സമയത്ത് ലെൻഡിന സർപ്രൈസ്ഡ് എവരി വൺ. ലെൻഡിന എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കാരണം എന്താ വെച്ചാൽ എല്ലാവരും സെമെട്രിയിലേക്ക് പോകാനൊരുങ്ങുന്ന സമയത്ത് അവളും അനൗൺസ് ചെയ്തു, ഷി വാസ് ഗോയിങ് ടു അക്കമ്പനി ഹർ ഹസ്ബൻഡ് ഓൺ ഹിസ് ലാസ്റ്റ് ജേണി. എന്താണ്, ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ ലാസ്റ്റ് ജേണി അല്ലേ, ഞാനും വരികയാണ് സെമെട്രിയിലേക്ക് എന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ ആരും പോവാറില്ല അല്ലേ. പക്ഷേ ലെൻഡിന അത് പോകാനുള്ള അതിയായ ആഗ്രഹം കാണിക്കാണ്. യൂഷ്വലി ഇറ്റ് ഈസ് മെൻ ഹൂ ടേക്ക് പാർട്ട് ഇൻ ദ ലാസ്റ്റ് റൈറ്റ്സ് അറ്റ് ദി ഗ്രേവ് സൈറ്റ് ആൻഡ് സ്റ്റേ ഓൺ ടു ദ സൂപ്പർവൈസ് ദ ഇറക്ഷൻ ഓഫ് ദ ടെമ്പററി ഫെൻസ് അറൗണ്ട് ദ ഫ്രഷ് ഗ്രേവ്. നോക്ക്, യൂഷ്വലി ആണുങ്ങളാണ് അതിനൊക്കെ പോവാറുള്ളത് അല്ലേ. ആ ഗ്രേവ് സൈറ്റിൽ പോയിട്ട് അവിടെ നിന്നിട്ട് അതൊക്കെ സൂപ്പർവിഷൻ നടത്തി എങ്ങനെയാണ് ഈ ടോം സ്റ്റോൺ എങ്ങനെയാണ് ഇറക്റ്റ് ചെയ്യേണ്ടത്, ഇറക്ഷൻ എങ്ങനെയാണ് അല്ലേ, ടെമ്പററി ഫെൻസ് എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ളത്. കാരണം ആദ്യം തന്നെ ടെമ്പററി ആയിട്ടൊരു ചെറിയ ഹെഡ് സ്റ്റോൺ വെച്ച് പോരും, പിന്നെ അത് നന്നാക്കി വിപുലമായിട്ട് അല്ലേ മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ പ്രതീകമാക്കിക്കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് കാശൊക്കെ കൊടുത്ത് വെപ്പിക്കുകയാണ് ചെയ്യുക. ബട്ട് വെൻ ലെൻഡിനാസ് saw the group, including her sons and her own brothers, stepping out of the house behind the heirs. അങ്ങനെ ഇയാളെ കൊണ്ടുപോകുന്നതിൻ്റെ കൂടെ അവളുടെ ബ്രദേഴ്സും അവളുടെ മകനടക്കം എല്ലാവരും പോകുന്നതിൻ്റെ കൂടെ അവളും ഇറങ്ങി പുറപ്പെട്ടു. Some impulse urged her to join them.
ചില വികാരങ്ങളൊക്കെ അവളുടെ മനസ്സിൽ ഉണ്ടായി അവരെ കൂടെ ജോയിൻ ചെയ്യാൻ. ഹെർ വേർഡ്സ് വർ മെറ്റ് വിത്ത് സൈലൻസ് ബിക്കോസ് നോ വൺ വാസ് പ്രിപ്പയർഡ് ടു വോയിസ് ഡിസെൻറ്റ് അറ്റ് സച്ച് എ മൊമെൻറ്റ്. ആരും അവളെ എതിർത്തില്ല, കാരണം അവൾ വരാൻ ആഗ്രഹിച്ചൊരു സംഗതിക്ക് ആരും അവളെ എതിർത്ത് പറഞ്ഞില്ല. അങ്ങനെ അവളും അവരുടെ കൂടെ പോയി. ഓക്കെ. So the party departed and in the graveyard while the last prayers droned on. അങ്ങനെ അവിടെ വന്ന പാർട്ടി, അയാളെ ശവമടക്കുന്ന പാർട്ടിയൊക്കെ വന്ന് അവരൊക്കെ പോയതിന് ശേഷം പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞു. ലെൻറ്റിന stood among the assortment headstone and began ruminating on man's പ്യൂണി അറ്റംപ്റ്റ് ടു ഡിഫൈ ഡെത്ത്. മനുഷ്യന്മാരെ ഈ മരണമില്ലാതാക്കുന്ന ഈ പ്രക്രിയയെക്കുറിച്ചിട്ട് ആലോചിച്ച് അവൾ അവിടെ നിന്നു. കാരണം അവൾക്ക് ഈ ഭയങ്കര ക്യാഷ് കൊടുത്തിട്ട് ഈ ടോം സ്റ്റോൺ ഒന്നും സ്ഥാപിക്കുന്നതിൽ അവൾക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ അവൾ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഒരു നിമിഷം അവിടെ നിന്നു പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞതിന് ശേഷം. ആസ് ഇഫ് ഇറക്റ്റിംഗ് ദീസ് മെമ്മോറിയൽസ് വുഡ് ബ്രിങ് ദ ഡെഡ് ബാക്ക് ടു ലൈഫ്. ഇത് ഈ ഇറക്റ്റ് ചെയ്ത ഈ കല്ലുകളും ഈ മെമ്മോറിയൽസൊക്കെ കണ്ടാൽ വുഡ് ബ്രിങ് ദ ഡെഡ് ബാക്ക് ടു ലൈഫ് അല്ലേ, ഈ മരിച്ചവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നത് പോലെ തോന്നും ഇത് കണ്ടു കഴിഞ്ഞാൽ എന്നാണ് ലെൻറ്റീന പറഞ്ഞത്. അപ്പോൾ പാരഗ്രാഫ് 7 ഒരു എക്സ്ട്രാക്റ്റ് എന്താ വെച്ചാൽ, ആഫ്റ്റർ ദ ഇൻ്റർഫറൻസ് ഓഫ് ഹർ ഹസ്ബൻഡിന് എന്തോ ചെറിയ അസുഖം വന്നു. ആൻഡ് ചിൽഡ്രൻ ഷീ സ്റ്റോപ്പ് ടോക്കിംഗ് അബൌട്ട് ഹർ ഡിസയർ ഫോർ ദ ലാബേണം ടു എനി വൺ. അങ്ങനെ ഈ ലാബേണം കുഴിച്ചിടാനുള്ള ആഗ്രഹത്തെക്കുറിച്ച് പിന്നെ ആരോടും പറയാനില്ലാണ്ടായി. മീൻ വൈൽ ഹർ ഹസ്ബൻഡ് ഡെവലപ്ഡ് സം ഇൽനെസ് ആൻഡ് ഡൈഡ് വൺ നൈറ്റ് ഇൻ ഹിസ് സ്ലീപ്പ്. അവളുടെ ഹസ്ബൻഡ് ഒരു രാത്രി ഉറക്കത്തിൽ മരിച്ചുപോയി. ആഫ്റ്റർ ദ ഫ്യൂണറൽ സർവീസ് വെൻ they were about to take the body to the graveyard, Lentina announced that she too is going to accompany her husband's body to the cemetery. Usually the final rituals were done by men. Actually final rituals ഒക്കെ ആരാ ചെയ്യുക? ആണുങ്ങളാണ് ചെയ്യുക അല്ലേ. When she saw her sons and her brothers following the hearse അല്ലേ, ആ ഒരു ശവമന്ത്രങ്ങൾ മുഴക്കുന്നത്, ബ്രദേഴ്സും സൺസൊക്കെ ശവമന്ത്രങ്ങൾ ഇങ്ങനെ മുഴക്കുകയാണ്, ഇങ്ങനെ എന്തൊക്കെയോ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അവർ ചൊല്ലിക്കൊണ്ടിരിക്കും. നമ്മളൊക്കെ ചെല്ലണ പോലെ തന്നെ ഈ ശവമന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ടിരിക്കും. ഇവിടെ ആക്ച്വലി എന്താണ്, അവളുടെ ബ്രദേഴ്സും സണ്ണൊക്കെ കൂടി ശവമഞ്ചത്തിൻ്റെ പുറകെ പോവാണ്. ഫോളോയിങ് ഹെർ ഹെറസ് പറഞ്ഞാൽ ശവമഞ്ചട്ടോ, ശവമന്ത്രിലെ ശവമഞ്ചം. ഷീ ടു വാണ്ടഡ് ടു ഫോളോ ദം. അവൾക്കും അതിൻ്റെ കൂടെ ഫോളോ ചെയ്യണം തോന്നി. ശവമഞ്ചം എടുത്ത് പോവാൻ തുടങ്ങിയപ്പം അവളും അതിൻ്റെ കൂടെ പോവാൻ തുടങ്ങി. നോബഡി റെസിസ്റ്റഡ് ഹെർ. ആരും അവളെ തടഞ്ഞില്ല. ഇൻ ദ സെമെട്രി വെൻ ദ ലാസ്റ്റ് റൈഡ്സ് വേർ കണ്ടക്റ്റഡ്. അവസാനത്തെ റൈഡ്സ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ലെൻറ്റിന വാസ് ഒബ്സർവിങ് ദ സറൗണ്ടിങ്സ് ഓഫ് ദ ഗ്രേവിയാർഡ്. അവൾ ആ ചുറ്റും ഗ്രേവിയാർഡിൻ്റെ സറൗണ്ടിങ്സ് ചുറ്റും അവൾ നോക്കി. ഷീ റിഫ്ലക്റ്റഡ് അബൌട്ട് ദ മാൻസ് അറ്റംപ്റ്റ് ടു മെയിൻറ്റെയിൻ ദ റിമെമ്പറൻസ് ബൈ മീൻസ് ഓഫ് ടോം സ്റ്റോൺ. എല്ലാവരും ഈ ടോം സ്റ്റോണുകളാണ് അവിടെയൊക്കെ ഇറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിക്കാണ്. ആസ് ഇഫ് ദീസ് സ്റ്റോൺസ് വുഡ് ബ്രിങ് ദ ഡെഡ് ബാക്ക് അല്ലേ. ഇത് കണ്ടാൽ തോന്നും മരിച്ചവരെ തിരിച്ചു കൊണ്ടുവരുന്നു, ഈ കല്ലിലൂടെ തിരിച്ചു കൊണ്ടുവരും എന്നാണ് നമുക്ക് തോന്നുക എന്ന് അവൾ അവിടെ പറയാണ്. അത് ശവമഞ്ച് എന്നാണ് കേട്ടോ. പ്രൊണൗൺസിയേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഹേഴ്സ് അല്ലേ, ഹേഴ്സ് എന്നാണ്, ശവമഞ്ച് എന്നാണ് അതിൻ്റെ മീനിങ്. അതാ ഈ ഒരു വേർഡ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. ലെൻറ്റിന ഡിസൈഡഡ് ദാറ്റ് ഷീ ഡിഡ് not want any such attempt at immortality when her time came, and at that thought she experienced an epiphanic sensation. Why not have a laburnum tree planted on her grave, one which would live on ever her remains instead of silly headstone? This why even her lifelong wish to have such a tree close to her would be fulfilled. In spite of this somber occasion, she began to smile, but when a relative saw her, she quickly went back to looking appropriately bereaved. But the sense of elation she felt could not be hidden for long. So she looked around for her driver and gesturing to him to follow her made her way home.
അപ്പോൾ ലെൻറ്റീന ആക്ച്വലി പോയത് ഹസ്ബൻഡ് മരിച്ചതിലുള്ള സങ്കടം കാണിക്കാനോ അങ്ങനത്തെ ആവശ്യത്തിനൊന്നുമല്ല ഗ്രേവ് യാർഡിലേക്ക് പോയത്. പിന്നെ എന്തിനാണ്? ലെൻറ്റീന ഡിസൈഡഡ് ദാറ്റ് ഷീ ഡിഡ് നോട്ട് വെൻറ്റ് എനി സച്ച് അറ്റംപ്റ്റ് അറ്റ് ഇമ്മോർട്ടാലിറ്റി വെൻ ഹർ ടൈം കെയിം. അവളുടെ ആവശ്യം ഇങ്ങനെയുള്ള ടോം സ്റ്റോണുകളൊന്നും അവൾ മരിച്ചതിന് ശേഷം ഇങ്ങനത്തതൊന്നും ഇങ്ങനെ ഇമ്മോർട്ടാലിറ്റി കീപ്പ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എൻ്റെ സമയമാകുമ്പോൾ. ആൻഡ് അറ്റ് ദാറ്റ് തോട്ട് ഷീ എക്സ്പീരിയൻസ്ഡ് ആൻ എപ്പിഫാനിക് സെൻസേഷൻ. ഇങ്ങനെയുള്ള ഈ ചിന്ത അവൾക്ക് ഒരു എപ്പിഫാനിയാണ് ഉണ്ടാക്കിയത്. ഒരു റിവിലേഷൻ, മനസ്സിൽ ഭയങ്കരമായിട്ടൊരു വേട്ടയാടുന്ന ചിന്തയായി മാറി. വൈ നോട്ട് ഹാവ് എ ലാബേണൻ ട്രീ പ്ലാന്റഡ് ഓൺ ഹർ ഗ്രേവ്. എന്തുകൊണ്ട് എനിക്കൊരു ലാബേണൻ ട്രീ എൻ്റെ ഗ്രേവിൽ സെറ്റ് ചെയ്തുകൂടാ? എൻ്റെ ഗ്രേവിൻ്റെ സ്ഥലത്ത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഗ്രേവുള്ള സ്ഥലത്ത് എന്തുകൊണ്ട് ലാബേണൻ ട്രീ കുഴിച്ചിട്ടുകൂടാ അല്ലേ? വൺ വിച്ച് വുഡ് ലൈവ് ഓൺ ഓവർ ഹർ റിമെയിൻസ് ഇൻസ്റ്റെഡ് ഓഫ് സില്ലി ഹെഡ് സ്റ്റോൺ. ഈ ഹെഡ് സ്റ്റോണിന് പകരം അതാക്കിക്കൂടെ എൻ്റെ മരണം വരുന്ന സമയത്ത്? This way, even her lifelong wish to have such a tree close to her would be fulfilled. അങ്ങനെ ആകുമ്പം അവളുടെ ആ ലൈഫ് ലോങ് ആയിട്ടുള്ള ആ ഒരു ആഗ്രഹം ഫുൾഫിൽ ആവും ചെയ്യും അല്ലേ? ഇൻസ്പൈറ്റ് ഓഫ് ദ സോംബർ ഒക്കേഷൻ. ഇങ്ങനെയുള്ള ഈ ഒരു ഒക്കേഷനിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുഖത്ത് ചിരി വന്നു. ആക്ച്വലി ഇത് ഹസ്ബൻഡിൻ്റെ ഫ്യൂണറൽ ചടങ്ങിലാണ് അവൾക്ക് ഈ ചിരിയൊക്കെ വരുന്നത് കേട്ടോ. ഷീ ബിഗാൻ ടു സ്മൈൽ ബട്ട് വെൻ ദ റിലേറ്റീവ്സ്. പക്ഷേ റിലേറ്റീവ്സ് കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ ഹസ്ബൻഡ് മരിച്ച സമയത്ത് ചിരിക്കുക പറഞ്ഞാൽ. അങ്ങനെ പെട്ടെന്ന് അവൾ എന്ത് ചെയ്യും? ഷീ ക്വിക്ക്ലി വെൻ ബാക്ക് ടു ലുക്കിംഗ് അപ്രോപ്രിയേറ്റ്ലി ബെറീവ്ഡ്. ബെറീവ്ഡ് മീൻസ് സാഡ് അല്ലേ, അല്ലെങ്കിൽ ലോസ്റ്റ്. ബെറീവ്ഡ് ന്യൂ വേർഡാണ്. ബെറീവ്ഡ് എല്ലാം നഷ്ടപ്പെട്ട പോലെ അവൾ വീണ്ടും ചിരി മെല്ലെ മറച്ചു മുഖത്തുനിന്ന്. ബട്ട് ദ സെൻസ് ഓഫ് എലേഷൻ, പക്ഷേ എലേഷൻ മീൻസ് ഹാപ്പിനെസ്. പക്ഷേ അവളുടെ ആ സെൻസ് ഓഫ് എലേഷൻ അവൾക്ക് അധിക സമയം ഹിഡൻ ചെയ്ത് വെക്കാൻ സാധിച്ചില്ല. അവളുടെ മൈൻഡിൽ ആ ഒരു സന്തോഷം അവളുടെ മുഖത്തും ആ ഒരു പ്ലസൻറ്റ് ലുക്ക് കാണാമായിരുന്നു അല്ലേ? സോ ഷീ ലുക്ക്ഡ് അറൗണ്ട്. അങ്ങനെ അവൾ ചുറ്റും നോക്കിയപ്പോൾ അവളുടെ ഡ്രൈവർ അല്ലേ, ശ്മശാനത്തിൽ നിന്ന് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് ഡ്രൈവറിനെ ഗസ്റ്ററിങ് മാടി വിളിച്ചു. അങ്ങനെ അവർ അവരുടെ വീട്ടിലേക്ക് പോവാണ്. പിന്നെ അവളുടെ ചിന്ത കംപ്ലീറ്റ് ആയിട്ട് മാറി അല്ലേ? ആ ഒരു ലാബേണൻ ട്രീ കുഴിച്ചിടണം എന്നുള്ള ആ ഒരു ചിന്തയിലേക്ക് അവളുടെ മൈൻഡ് ഫ്യൂണറലിന് പങ്കെടുത്ത സമയത്ത് മാറാണ്. അപ്പോൾ ഈ ഒരു 7ാമത്തെ പാരഗ്രാഫ് എന്തൊക്കെയാണ് പറയുന്നത് നമുക്കൊന്നും കൂടെ നോക്കാം. ഷീ തോട്ട് ദാറ്റ് ഷീ ഡിഡ് നോട്ട് വാണ്ട് എനി സച്ച് ടോം സ്റ്റോൺ വെൻ ഷീ ഡൈസ്. അവൾക്ക് എന്താണ്, അവൾ മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ടോം സ്റ്റോൺസ് ഒന്നും വേണ്ട. സഡൻലി എ മാഗ്നിഫിഷ്യൻ്റ് ഐഡിയ ഫ്ലാഷ്ഡ് through her mind, that is the epiphany. Why not a laburnum by her head instead of tombstone? Thus her lifelong desire to have a laburnum tree but her side will be fulfilled. അവളുടെ അടുത്ത് അത് കുഴിച്ചിടാനുള്ള ഫുൾഫിൽ ആകുമായിരിക്കും അല്ലേ? 2 പ്രാവശ്യം ആ അറ്റംപ്റ്റ്, 3ാമത്തെ പ്രാവശ്യം ആ അറ്റംപ്റ്റ് എന്ത് ചെയ്തതാണ്? പരാജയപ്പെട്ടതാണ്. അങ്ങനെ ടോം സ്റ്റോണിൽ ഈ ഒരു അവളുടെ ശ്മശാനത്തിൽ മേ ബി ഇത് ഫുൾഫിൽ ആകുമായിരിക്കും. ഇൻ ദാറ്റ് തോട്ട് ഷീ സ്മൈൽഡ് ടു ഹെർസെൽഫ്. ബട്ട് ഇറ്റ് വാസ് ഓൺ ഒക്കേഷൻ ഓഫ് ദ ഹസ്ബൻഡ്സ് ഫ്യൂണറൽ. വെൻ എ റിലേറ്റീവ് ഒബ്സർവ്ഡ് ഹെർ ഷീ സ്റ്റോപ്ഡ് സ്മൈലിംഗ്. ബട്ട് ഇൻവാർഡ്ലി ഷീ ഫെൽറ്റ് വെരി റിഫ്രഷിംഗ് ടു തിങ്ക് അബൌട്ട് ദ ഐഡിയ പ്ലാന്റിംഗ് ദ ലാബേണൻ ട്രീ ബൈ ഹെർ സൈഡ് വെൻ ഷീ ഡൈസ് അല്ലേ? അവൾ മരിച്ചതിന് ശേഷം ഇത് കുഴിച്ചിടുക എന്നുള്ള അവൾക്ക് ഭയങ്കരമായിട്ടുള്ള ഹാപ്പിനെസ് തോന്നി. ദസ് ഷീ വെൻറ്റ് ഹോം ഡിസ്കസ് ദ മാറ്റർ വിത്ത് ഹർ ചിൽഡ്രൻ. അങ്ങനെ അവൾ വീട്ടിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് വീട്ടിൽ പോയിട്ട് ഇതൊക്കെ പറയാൻ പറ്റുമോ? ഇല്ല. ഷീ ഹാഡ് ടു ഫൈൻഡ് സമ്മൺ. അങ്ങനെ അവൾ വേറെ ആളുകളെ തരികയാണ് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. ഇതാണ് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. നോക്കൂട്ടോ. ദ നൈറ്റ് ഷീ കുഡ് നോട്ട് സ്ലീപ്പ് ഫ്രം എക്സൈറ്റ്മെൻറ്റ്. രാത്രിയായപ്പോൾ അവൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല അല്ലേ? ഇറ്റ് വാസ് ആസ് ഇഫ് എ ബിഗ് പ്രോബ്ലം ഹാഡ് സോൾവ്ഡ് ഇറ്റ് സെൽഫ്. അവൾക്കൊരു വലിയ പ്രോബ്ലം തന്നെ സോൾവ് ചെയ്യാനുള്ളത് പോലെ തോന്നി. ബട്ട് ഹൗ വാസ് ഷീ ഗോയിങ് ടു അക്കംപ്ലിഷ് ഇറ്റ്? ഇറ്റ് വാസ് ക്ലിയർ that she could not confide in her relatives or children. അവൾക്ക് ഉറപ്പാണ് ഇത് റിലേറ്റീവ്സിൻ്റെ അടുത്തോ മക്കളെടുത്തോ ഇത് പറയാൻ സാധിക്കില്ല, കാരണം അവരൊക്കെ ഇതിനെ എതിർക്കും. സോ ഷീ ഹാഡ് ടു ഫൈൻഡ് സംവൺ ഹൂ വുഡ് അണ്ടർസ്റ്റാൻഡ് ഹർ ഡീപ്പ് സീറ്റഡ് ലോങ്ങിങ് ഫോർ എ യെല്ലോ വണ്ടേഴ്സ്. അവളുടെ യെല്ലോ വണ്ടേഴ്സ്, കാരണം ലാബേണത്തിൽ ഉണ്ടാവുക യെല്ലോ ഫ്ലവേഴ്സാണ്.
അതുകൊണ്ട് ഈ യെല്ലോ വണ്ടേഴ്സ്, എൻ്റെ ആ ലോങ്ങിങ് ഫോർ യെല്ലോ വണ്ടേഴ്സ്, ആക്ച്വലി അവളുടെ പ്രശ്നം എന്താണ്? ലോങ്ങിങ് ഫോർ യെല്ലോ വണ്ടേഴ്സ്. ഈ യെല്ലോ വണ്ടേഴ്സിനുള്ള അവളുടെ ആഗ്രഹം മനസ്സിലാവണമെങ്കിൽ അവളെ നന്നായിട്ട് മനസ്സിലാക്കുന്നവരാവണം അല്ലേ. ഷീ ടേൺഡ് ഹർ അറ്റൻഷൻ ടു ഹർ സെർവൻസ്. അവളുടെ അറ്റൻഷൻ അവളുടെ സെർവൻറ്റിലേക്ക് പോയി. പക്ഷേ ഹൂ എമംഗ് ദം കുഡ് ഷീ ട്രസ്റ്റ്. പക്ഷേ അവരൊക്കെ വിശ്വസിക്കാൻ കൊള്ളുമോ അല്ലേ. നോട്ട് ദ കുക്ക് ഓർ ദ ഗാർഡനർ. ഗാർഡനറിനെയും പറ്റൂല, എന്താണ് പാചകക്കാരനെയും പറ്റില്ല. ദേ ഹാഡ് ഫാമിലീസ് ആൻഡ് ദെയർ ഓൺ സീക്രട്സ് ഇൻ ഫാമിലീസ് ആൻഡ് നവർ സാക്രോസാങ്ക്റ്റ് അല്ലേ. ഇവരെന്നും റെഡി ആവില്ല. സാക്രോസാങ്ക്റ്റ് വന്നാൽ അവരൊക്കെ അവരുടേതായിട്ടുള്ള റൂട്ടീന്, സാക്രോസാങ്ക്റ്റ് മീൻസ് റൂട്ടീൻസ്, പ്രിൻസിപ്പിൾസ് ഒക്കെ ഉള്ള, അവർക്ക് അവരുടേതായിട്ടുള്ള ഫാമിലിയും കാര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഉള്ള സീക്രട്ടുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പൊളിയും. സോ ഇവരെ കൊണ്ടൊന്നും ഇത് പറയാൻ സാധിക്കില്ല എന്ന് തന്നെ നമ്മുടെ ലെൻറ്റീനക്ക് തോന്നി. പിന്നെ പെട്ടെന്ന് വേറൊരാളുണ്ടായിരുന്നു, അയാളെക്കുറിച്ച് ആലോചിക്കുകയാണ് വീട്ടിലുള്ള. സഡൻലി ഹർ മൈൻഡ് ടേൺ ടു ദ ഡ്രൈവർ ഹു ഹാഡ് ബീൻ ഇൻ ഹർ എംപ്ലോയ്മെൻറ്റ് ഫോർ മോർ ഇയേഴ്സ് ദാൻ ഷീ കുഡ് റിമെമ്പർ അല്ലേ. വളരെ കാലമായിട്ട് അവരുടെ ഹൗസ് ഡ്രൈവറായിട്ടുള്ളൊരു ഡ്രൈവറുണ്ട്. അയാൾക്ക് ഫാമിലി ഒന്നുമില്ല. ഹി വാസ് എ വിഡോവർ. അയാളെ കൊണ്ട് ഈ സീക്രട്ടൊക്കെ പറയാം. ഷീ ഡിസൈഡഡ് ടു മേക്ക് ഹിം ഹർ കോൺഫിഡൻറ്റ് അല്ലേ. ഷീ വുഡ് ടേക്ക് ഹിം ഫോർ ദ ഡ്രൈവ് ദ നെക്സ്റ്റ് ഡേ to the cemetery and would explain to him what she wanted for a headstone when she died. അങ്ങനെ ഇയാളെയും കൂട്ടിയിട്ട് അവൾ സെമെട്രിയിലേക്ക് യാത്ര പോവാണ്. പിറ്റേ ദിവസം തന്നെ. എന്തിനാണ് പോണത്? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ടോം സ്റ്റോൺ എവിടെ വെക്കണം, എന്നെ എവിടെ കുഴിച്ചിടണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി യാത്ര ചെയ്യുന്നത്. ആൻഡ് വൈ ബട്ട് ദർ വുഡ് ബി വൺ കണ്ടീഷൻ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ഷീ ഹാഡ് ടു സീ ദ ട്രീ ബ്ലൂം ഡ്യൂറിങ് ഹർ ലൈഫ് ടൈം. എനിക്കൊരു ലാബേണൺ ട്രീ ആണ് കുഴിച്ചിടേണ്ടത്, പക്ഷേ ഞാൻ മരിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ആ ലാബേണൺ ട്രീ പൂത്തുലഞ്ഞ് കാണണം എന്നുള്ള ആഗ്രഹം കൂടെ ഉണ്ടായിരുന്നു. ദ ഡ്രൈവേഴ്സ് നെയിം വാസ് മാപ്പു ബട്ട് എവരി വൺ കോൾഡ് ഹിം ബാബു. കുറേ കാലമായിട്ട് അവരുടെ വീട്ടിലുള്ള ഡ്രൈവറാണ് മാപ്പു, പക്ഷേ അയാളെ ബാബു എന്നാണ് വിളിക്കാറ്. കാരണം എന്താണ്? ലെൻറ്റീൻ എൻ്റെ ഗ്രാൻഡ് സണ് അയാളെ ഈ മാപ്പു എന്ന് ആ ഒരു ചെറുതായി കുട്ടിയായിരിക്കുന്ന സമയത്ത് മാപ്പു എന്ന് വിളിക്കാൻ നാവ് കൊണ്ട് പ്രയാസം ഉണ്ടാവുമല്ലോ കുട്ടികളാകുമ്പോൾ വിളിക്കാൻ, നാവ് വഴങ്ങില്ലല്ലോ. അപ്പോൾ അങ്ങനെ വിളിച്ച സമയത്ത് ബാബു എന്നായി വിളിച്ച് അല്ലേ. അണേബിൾ ടു പ്രൊനൗൺസ് മാപ്പു അറ്റ് ഫസ്റ്റ് അല്ലേ. ഫസ്റ്റ് ആ കുട്ടിക്ക് മാപ്പു എന്ന് പ്രൊനൗൺസ് ചെയ്യാൻ പ്രയാസമുള്ളത് കൊണ്ട് the name stuck and Mapu good naturally did not object even when the older people began calling him Babu. അങ്ങനെ മാപ്പു എന്നുള്ള പേര് പിന്നെ നിങ്ങളറിയില്ലേ, ചെറിയ കുട്ടികൾ ഓരോന്ന് വിളിച്ച പേര് പിന്നെ വലുതാവുമ്പോൾ നമ്മളും അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെയാണ് ഇവിടെ ഇയാൾ ഈ ബാബുവിൻ്റെ നല്ല സ്വഭാവമായിരുന്നു. അതുകൊണ്ട് ഈ കുട്ടി മാപ്പു എന്നുള്ള ബാബു വിളിച്ച് പിന്നെ എല്ലാവരും അങ്ങനെ വിളിക്കാൻ തുടങ്ങിയപ്പോഴും മാപ്പുവിന് അതൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ബാബു തന്നെ എല്ലാവരും വിളിച്ചു. അപ്പോൾ എന്താണ് 9ാമത്തെ പാരഗ്രാഫിൽ എന്താണുള്ളത്? രാത്രിയായി, ഹസ്ബൻഡിൻ്റെ ഫ്യൂണറൽ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലെൻറ്റിന വീട്ടിൽ വന്നിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. ആ ഒരു നൈറ്റിൽ ഷി വാസ് അണേബിൾ ടു സ്ലീപ്പ് ബിക്കോസ് ഓഫ് ദ എക്സൈറ്റ്മെൻറ്റ്. ആ ഒരു രാത്രി അവൾക്ക് ഉറങ്ങാനേ സാധിച്ചില്ല അല്ലേ. ഭയങ്കരമായിട്ട് മനസ്സിൽ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ഫീൽ ചെയ്യാണ്. അങ്ങനെ അവൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല. She was thinking how it was possible, how the Laburnum tree, planting of Laburnum tree was possible. ഇതിനെക്കുറിച്ചിട്ടായിരുന്നു അവൾ ചിന്തിച്ചു കൊണ്ടിരുന്നത് അല്ലേ. പക്ഷേ ഈ കാര്യം വീട്ടിൽ പോയിട്ട് പറയാൻ പറ്റുമോ? വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ അവർ മേ ബി എതിർക്കും അല്ലേ. ഷീ ഹാഡ് ടു ഫൈൻഡ് സം വൺ ഹൂ വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹർ ഡിസയർ പ്രോപ്പർലി. എ സർവൻറ്റ്, എ കുക്ക്, ഇവരോടൊക്കെ പറയാൻ പറ്റുമോ? ദെൻ ഷീ ഫെൽറ്റ് ദാറ്റ് ദേ മേ ടെൽ അബൌട്ട് ഹർ ഐഡിയ ടു അതേഴ്സ്. അവർ മേ ബി മറ്റുള്ളവരോട് പറയുമായിരിക്കും. സഡൻലി ഷീ തോട്ട് അബൌട്ട് ഹർ ഡ്രൈവർ. പെട്ടെന്ന് ഡ്രൈവറെ കുറിച്ച് ആലോചിച്ചു. ഹി വാസ് എ വിഡോവർ. ഷീ ഡിസൈഡഡ് ടു മേക്ക് ഹിം ഹർ കോൺഫിഡൻറ്റ്. അവൾക്ക് അയാളുടെ ഒരു വിശ്വാസം തോന്നി. She decided to take her driver once to the cemetery and explain her desire for having a Laburnum tree by her head when she will die.
അങ്ങനെ അയാളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവളുടെ അതിയായ ഒരാഗ്രഹമുണ്ട്, അവളുടെ ടോം സ്റ്റോണിൽ, അവളുടെ ഗ്രേവ് യാർഡിൽ, അവൾ മരിച്ചതിന് ശേഷം അവളുടെ ഗ്രേവ് സൈറ്റിൽ ഒരു ലാബേണൺ ട്രീ ആണ് ഇറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. ഷീ വാണ്ടഡ് ടു സീ ദ ഫ്ലവേഴ്സ് ബ്ലൂം ഡ്യൂറിങ് ഹർ ലൈഫ് ടൈം. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. എന്താണ് കണ്ടീഷന്? ഷീ വാണ്ടഡ് ടു സീ ദ ഫ്ലവേഴ്സ് ബ്ലൂം ഡ്യൂറിങ് ഹർ ലൈഫ് ടൈം. അവളുടെ ജീവിതകാലത്ത് തന്നെ ആ മരം പൂത്ത് കാണണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം. ദ ഡ്രൈവേഴ്സ് നെയിം വാസ് ആക്ച്വലി മാപ്പു, ബട്ട് എവരി വൺ കോൾഡ് ഹിം ബാബു. അതെങ്ങനെയാണ് ആ പേര് വന്നതെന്ന് നമുക്കറിയാം. ലെൻഡിനാസ് ഗ്രാൻഡ് സൺ കോൾഡ് ഹിം ബൈ ദാറ്റ് നെയിം ബിക്കോസ് ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് സെയിങ് മാപ്പു അറ്റ് ഫസ്റ്റ് ടൈം അല്ലേ. ദ നെയിം because of the good nature of Mapu, he didn't object it, and the older people began to calling him Babu. Okay, next paragraph. The next morning she sent for Babu and they took the road to the cemetery. This in itself would not appear strange, a widow paying a visit to the grave of her husband. But Lentina's intention was different. She wanted to survey the still empty sites and to reserve a spot where she would be buried. It had to be a spot which would not be disturbed in a long while and would not pose any problem for others. When they reached the cemetery, instead of heading towards her husband's grave, Lentina marched to the extreme corners of the ground as if looking for the lost treasure. After what seemed to be an arduous trek. എന്താ നോക്കി ഇവിടെ സംഭവിക്കുന്നത്? പിറ്റേ ദിവസം രാവിലെ ഷീ സെൻഡ് ഫോർ ബാബു ആൻഡ് ദേ ടുക്ക് ദ റോഡ് ടു ദ സെമെട്രി. അവർ വീണ്ടും സെമെട്രിയിലേക്ക് പോവാണ്. ദിസ് ഈസ് ഇൻ ഇറ്റ് സെൽഫ് വുഡ് നോട്ട് അപ്പിയർ സ്ട്രേഞ്ച്. ആളുകൾക്കൊന്നും ഇതൊരു സ്ട്രേഞ്ച് ആയിട്ട് തോന്നിയില്ല. കാരണം ഹസ്ബൻഡിൻ്റെ ഫ്യൂണറൽ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെറുതെ പ്രാർത്ഥിക്കാനൊക്കെ പോവാണെന്നാണ് ആളുകൾ വിചാരിച്ചത്. എ വിഡോ പേയിങ് വിസിറ്റ് ടു ദ ഗ്രേവ് ഫോർ ഹർ ഹസ്ബൻഡ്, ആ രീതിയിലാണ് പോണത്. പക്ഷേ ബട്ട് ലെൻഡിനാസ് അറ്റൻഷൻ വാസ് ഡിഫറെൻറ്റ്. ലെൻഡിനൻ്റെ അറ്റൻഷൻ ഡിഫറെൻ്റ് ആയിരുന്നു. ഷീ വാണ്ടഡ് ടു സർവേ ദ സ്റ്റിൽ എംപ്റ്റി സൈഡ്സ് and to reserve a spot where she would be buried. ആക്ച്വലി അവൾ എന്താ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ലെൻഡീനൻ്റെ ഉദ്ദേശം വ്യത്യസ്തമായിരുന്നു. ലെൻഡീന ആക്ച്വലി ഗ്രേവ് യാർഡിൽ പോണത് എന്തിനാണ്? ഷീ വാണ്ടഡ് ടു സർവേ ദ എംപ്റ്റി സൈറ്റ് ആൻഡ് ടു റിസർവ് എ സ്പോട്ട് അല്ലേ, വെൻ ഷീ വുഡ് ബി ബറീഡ്. അവളെ ബറി ചെയ്യാനൊരു സ്പോട്ട് തപ്പാണ് അവൾ. ഇറ്റ് ഹാഡ് ടു ബി എ സ്പോട്ട് വിച്ച് വുഡ് നോട്ട് ബി ഡിസ്റ്റർബ്ഡ് ഇൻ എ ലോങ് വൈൽ ഹി വുഡ് പോസ് എനി പ്രോബ്ലം ഫോർ അതേഴ്സ്. അങ്ങനെ ആർക്കും ഒരു പ്രശ്നമില്ലാത്തൊരു സ്ഥലം നമ്മുടെ ലെൻഡീൻ അവിടെ കണ്ടെത്താണ്. വെൻ ദേ റീച്ച് ദ സെമെട്രി ഇൻസ്റ്റെഡ് ഓഫ് ഹെഡിങ് ടുവാർഡ്സ് ഹർ ഹസ്ബൻഡ്സ് ഗ്രേവ്. അങ്ങനെ അവൾ സെമെട്രിയിലെത്തുന്നത് ആക്ച്വലി ഹസ്ബൻഡിൻ്റെ ഗ്രേവ് സന്ദർശിക്കാനല്ല. ലെൻഡിന മാർച്ച് ടു ദ എക്സ്ട്രീം കോർണേഴ്സ് ഓഫ് ദി ഗ്രൗണ്ട്. അങ്ങ് അകലുള്ള കോർണറിലേക്കാണ് പോവുക, ആർക്കും വേണ്ടാത്ത സ്ഥലത്തേക്ക്. ആസ് ഇഫ് ലുക്കിംഗ് ഫോർ എ ലോസ്റ്റ് ട്രഷർ, എന്തോ നിധി നഷ്ടപ്പെട്ടത് തിരയാൻ പോണ പോലെയാണ് പോവുക അല്ലേ. ആഫ്റ്റർ വാർഡ് സീംസ് ടു ബി ആൻ ആർഡ്രസ് ട്രക്ക്. കുറേ സമയത്തെ ആർഡിയോസ് ട്രക്ക് പറഞ്ഞാൽ ട്രക്കിങ് തന്നെയാണ്. ആർഡ്രസ് മീൻസ് ഹാർഡ് എന്നാണ്. ഭയങ്കര കഷ്ടപ്പെട്ട് അതിലൊക്കെ സെർച്ച് ചെയ്ത് നടന്നതിന് ശേഷം ഷീ സെറ്റിൽഡ് എ സ്പോട്ട് ഇൻ ദ സൗത്തേൺ മോസ്റ്റ് ട്രിപ്പ് ഓഫ് ദി സെമെട്രി ആൻഡ് ബിഗാൻ ടു നോഡ് ഹെർ ഹെഡ്. അങ്ങനെ അവൾ ഒരു സ്ഥലം കണ്ടെത്തി. അധികം സമയം പോകുന്നതിൻ്റെ മുന്നേ തന്നെ സൗത്ത് വാർഡിലേക്കുള്ള അവളുടെ യാത്രയിൽ അവളൊരു സ്പോട്ട് സെറ്റിലാക്കി. ആസ് ഇഫ് ഷീ ഹാഡ് ഫൗണ്ട് വാട്ട് ഷീ വാസ് ലുക്കിംഗ് ഫോർ. പിന്നെ ഈ ബാബുവിന് ഇതൊന്നും അറിയില്ല കേട്ടോ. ബാബു പസിലാവാണ്, കൺഫ്യൂസ്ഡ് ആവുകയാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. ബാബു വാസ് പസിൽഡ് ആൻഡ് വാസ് ഓൾമോസ്റ്റ് ബിഗിനിങ് ടു സീ വാട്ട് ഈസ് ഗോയിങ് ദ മാസ്റ്റേഴ്സ് ഹാഡ് സെഡ് അബൌട്ട് മാഡം ലോസിങ് ഹർ മൈൻഡ്. അപ്പോഴാണ് ബാബു ഇങ്ങനെ ആലോചിച്ചത്, എൻ്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് മാഡത്തിന് മൈൻഡ് ലോസ്റ്റ് ആവണ ചില സമയങ്ങൾ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് ആലോചിക്കുകയാണ്. വെൻ ഷീ ഗസ്റ്റേർഡ് ടു ഹിം ടു അപ്രോച്ച് ഹി വെൻറ്റ് ഹെസിറ്റൻ്റ്ലി. അങ്ങനെ അവൾ ദൂരെന്ന് വിളിക്കുന്നുണ്ട് അവിടേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ബാബുവിനെ. അങ്ങനെ അയാൾ വെറുപ്പോട് കൂടി, അയാൾക്ക് വലിയ ഇഷ്ടമില്ലാതെ അങ്ങനെ പോവുകയാണ്. മോഷനിങ് ടു ഹിം ടു വാക്ക് ഫാസ്റ്റർ. അപ്പം വീണ്ടും കാണിച്ചു സ്പീഡിൽ വരാൻ അല്ലേ. ഷീ പോയിൻറ്റഡ് ടു ദ സ്പോട്ട് വേർ ഷീ വാസ് സ്റ്റാൻഡിങ് ആൻഡ് സെഡ് ലൗഡ്ലി. അങ്ങനെ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് ഉറക്കെ പറയാണ്, ദിസ് ഈസ് മൈ സ്പോട്ട്, ഐ വാണ്ട് ടു ബി ബറീഡ് ഹിയർ വെൻ മൈ ടൈം കംസ്. ഇവിടെ എന്നെ ബറി ചെയ്യണം, എൻ്റെ സമയമാവുമ്പോൾ, ഞാൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം എന്നെ ഇവിടെ വേണം മറവ് ചെയ്യാൻ അല്ലേ. ബാബു വാസ് ടേക്കൺ
ടേക്കൺ അബാക്ക് ആൻഡ് ബിഗാൻ ടു പ്രൊട്ടസ്റ്റ്. ഭയങ്കരമായിട്ട് അത്ഭുതം തോന്നുകയാണ് ബാബുവിന്. ബട്ട് മാഡം, യുവർ പ്ലേസ് ഈസ് ഓൾറെഡി അൺമാർക്ക്ഡ് ബിസൈഡ് മൈ മാസ്റ്റർ. എൻ്റെ മാസ്റ്ററിൻ്റെ ഒരു സൈഡിലായിട്ട് നിങ്ങളുടെ പ്ലേസ് ആദ്യം തീരുമാനിച്ചതാണല്ലോ മാഡം, അല്ലേ? അങ്ങനെ പറയാണ് നമ്മുടെ ലെൻറ്റീനോട് ബാബു. അപ്പോൾ ആ ഒരു പാരഗ്രാഫ് എന്താ പറയുക, നമുക്ക് ഒന്നും കൂടെ പറയാം. നെക്സ്റ്റ് മോർണിംഗ്, പിറ്റേ ദിവസം നെക്സ്റ്റ് മോർണിംഗ് ഷീ കോൾഡ് ബാബു ആൻഡ് ടുഗദർ ദേ വെൻറ്റ് ടു ദ സെമെട്രി. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ദ വിസിറ്റ് ഓഫ് ദ വിഡോ ടു ഹർ ഹസ്ബൻഡ്സ് ഗ്രേവ്. ലെൻറ്റിനാസ് പർപ്പസ് ഓഫ് വിസിറ്റ് വാസ് ടു ഫൈൻഡ് എ സ്യൂട്ടബിൾ സ്പോട്ട് വേർ ഷീ വുഡ് ബി ബറീഡ്. അവളെ ബറി ചെയ്യാനുള്ള സ്ഥലമാണ് അവൾ നോക്കുന്നത്. ആഫ്റ്റർ സെർച്ചിങ് ഫോർ എ വൈൽ ഷീ ഫൗണ്ട് എ സ്യൂട്ടബിൾ സ്പോട്ട് ഇൻ ദ സൗത്ത് മോസ്റ്റ് കോർണർ ഓഫ് ദ സെമെട്രി. ബാബു വാസ് വാച്ചിങ് ദ സ്ട്രേഞ്ച് ബിഹേവിയർ ഓഫ് ഹിസ് മിസ്ട്രസ്. അല്ലേ, ബാബു ഇങ്ങനെ ആ ഒരു മിസ്ട്രസിൻ്റെ യജമാനത്തിയുടെ ആ സ്ട്രേഞ്ച് ബിഹേവിയർ ഇങ്ങനെ വാച്ച് ചെയ്യാണ്. ഹി തോട്ട് ദാറ്റ് ഷീ വാസ് ലോസിങ് ഹർ മൈൻഡ് ജസ്റ്റ് ലൈക്ക് ഹർ ചിൽഡ്രൻ തോട്ട്. ഫൈനലി ലെൻറ്റിന കോൾഡ് ബാബു ആൻഡ് പോയിൻറ്റഡ് ഔട്ട് ടു ഹിം ദ സ്പേസ് ആൻഡ് സെഡ്. അങ്ങനെ ലാസ്റ്റ് വിളിച്ചിട്ട് ഒരു സ്ഥലം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് മൈ സ്പോട്ട്, ഐ വാണ്ട് ടു ബി ബറീഡ് ഹിയർ വെൻ മൈ ടൈം കംസ്. എൻ്റെ സമയം എത്തുമ്പോഴല്ലേ എന്നെ ഇവിടെ വേണം ബറി ചെയ്യാനായിട്ട് എന്നുള്ള കാര്യം പറയാണ്. അപ്പോൾ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വെൽ. അപ്പോൾ ശരിക്കും എന്താണ് ഇത്രയും ഉള്ളത്, ഇവിടെ എന്താണ് നമ്മൾ സംഭവിച്ചത്? ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹർ ഹസ്ബൻഡ് വൈൽ വിസിറ്റിംഗ് ദ സെമെട്രി ഫോർ ദി ലാസ്റ്റ് റിച്വൽസ്, അല്ലേ, ലാസ്റ്റ് റിച്വൽസിന് പോയ സമയത്ത് ലെൻറ്റിന ഹാഡ് എ വണ്ടർഫുൾ ഐഡിയ. ലെൻറ്റിന ഗോട്ട് എ വണ്ടർഫുൾ ഐഡിയ അറ്റ് ദ ടൈം ഓഫ് ലാസ്റ്റ് റിച്വൽ ഓഫ് her husband. She doesn't want to erect concrete tombstones when she died. She doesn't want to ഇറക്റ്റ് കോൺക്രീറ്റ് ടോം സ്റ്റോൺസ് വെൻ ഷീ ഡൈസ്. അവൾ മരിച്ചതിന് ശേഷം കോൺക്രീറ്റ് ടോം സ്റ്റോൺ ഒന്നും അവൾക്ക് വെക്കണ്ട. ഇൻസ്റ്റഡ് ഷീ വുഡ് പ്ലാന്റ് ടു എ ലാബേണൻ ട്രീ ബൈ ദ സൈഡ് ഓഫ് ഹർ ഗ്രേവ്. ഓക്കെ, അവളുടെ ഗ്രേവിൻ്റെ സൈഡിൽ ഒരു ലാബേണൻ ട്രീ ആണ് വെക്കേണ്ടത്. ടു റിയലൈസ് ദിസ് ഡിസയർ ഷീ ഡിസൈഡഡ് ടു ആസ്ക് ദ ഹെൽപ്പ് ഓഫ് ഹർ ഡ്രൈവർ ബാബു. ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തത്. അങ്ങനെ ബാബുവിൻ്റെ ഹെൽപ്പോട് കൂടി പോവുകയാണ്. പക്ഷേ അവിടെ ദർ ഈസ് വൺ കണ്ടീഷൻ ഓൾസോ. ഷീ ഹാഡ് ടു സീ ദ ട്രീ ബ്ലൂം ഡ്യൂറിങ് ഹർ ലൈഫ് ടൈം. അവൾക്ക് കാണണം, അവളുടെ ലൈഫ് ടൈമിൽ തന്നെ ഈ ട്രീ പൂക്കുന്നതായിട്ട് അവൾക്ക് കാണണം. ഓക്കെ, ഹിയർ ഐ സ്റ്റോപ്പ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.